A+2 ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ വളരെ സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ഈ ചാനലിൽ മുമ്പ് എപ്പിസോഡായി ചെയ്തിരുന്നു. അത് പൂർണ്ണമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്ലേലിസ്റ്റിലെ ഗവൺമെൻറ് സ്കീം എന്ന ഭാഗത്തേക്ക് പോകുക. അവിടെ ഈ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ചെയ്തിട്ടുള്ള എപ്പിസോഡുണ്ട്, കാണുക. ഇന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പേരൻസ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഈ നിക്ഷേപ പദ്ധതി നമുക്ക് ആ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളതും, അതുപോലെ അത് ക്ലോസ് ചെയ്യാൻ കഴിയുമോ, കാലാവധിക്ക് മുമ്പ് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, അത് പലർക്കും അറിയാത്തതുമാണ്, ചിലർ കമൻറ്റിൽ ചോദിച്ചിരുന്നതുമാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. അതിനു മുമ്പായി ഈ പദ്ധതി സംബന്ധിച്ചൊരു ചെറിയ ആമുഖം നിങ്ങൾക്ക് തരാം. അത് ഇതാണ്: 10 വയസ്സ് വരെയുള്ള പെൺമക്കൾക്ക് നമുക്ക് 15 വർഷം വരെ ഓപ്പൺ ചെയ്ത് അത് തുടർച്ചയായി തുക അടയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. 21 വർഷത്തിന് ശേഷമാണ് അത് മെച്യൂർ ആകുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഒരു വീട്ടിലെ 2 പെൺകുട്ടികളെ ഇതിനകത്ത് ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് ചേർക്കാൻ കഴിയും. പെൺകുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് അക്കൗണ്ട് തുടങ്ങാനുള്ളത്. വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 250 രൂപയെങ്കിലും അക്കൗണ്ടിൽ വേണം. അഥവാ അത് ഇല്ലാതെ വന്നാൽ 50 രൂപ പിഴ ഒടുക്കി നമുക്കത് റിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഒരു കുടുംബത്തിൽ സൂചിപ്പിച്ചതുപോലെ 2 പേർക്ക് ചേരാൻ കഴിയും. മാസത്തവണയായോ വർഷത്തിൽ ഒറ്റത്തവണയായോ നമുക്ക് ഈ തുക അടയ്ക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് 250 രൂപയാണെങ്കിലും മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിൽ നിക്ഷേപിക്കാൻ കഴിയുകയും ചെയ്യും. 15 വർഷം വരെ നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. 18 വയസ്സുവരെയാണ് പേരൻസ് ഈ നിക്ഷേപം നടത്താനുള്ളത്. അത് കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് സ്വന്തം നിലയിൽ തന്നെ ഈ നിക്ഷേപ പദ്ധതി തുടരാൻ കഴിയുകയും ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, കാലാവധി പൂർത്തിയാക്കുന്നത് 21 വർഷത്തിന് ശേഷമാണ്. ഇതിൽ ആദായ നികുതി ഇളവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്കും ലഭിക്കുന്ന ഇൻട്രസ്റ്റിനും ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 8.2% ആയിരിക്കും എന്നുള്ളതും അറിയണം. ഇനി നമുക്ക് ഇതിന് ഈ പദ്ധതിയുടെ കാലാവധി പൂർത്തിയാക്കും മുമ്പ് പ്രീ മെച്യൂർ വിഡ്രാവൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. മനസ്സിലാക്കുക, പ്രീ മെച്യൂർ വിഡ്രാവൽ എന്ന് പറയുന്നത് ഇല്ല. പ്രധാനമായും 5 മുതൽ 6 വർഷം വരെ ഇത് പിൻവലിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ഇത് പാർഷ്യൽ വിഡ്രാവൽ ഉണ്ട്. പാർഷ്യൽ വിഡ്രാവൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി നമുക്കിത് പിൻവലിക്കാൻ കഴിയും. അത് എങ്ങനെയാണ്? അത് 18 വയസ്സ് എത്തിയാൽ മാത്രമേ ഈ പാർഷ്യൽ വിഡ്രാവൽ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കുകയും വേണം. 18 വയസ്സോ 10ാം ക്ലാസ് പൂർത്തിയാക്കുകയും ചെയ്താൽ 50% തുക വരെ നമുക്ക് ഭാഗികമായി നമുക്ക് വിഡ്രാ ചെയ്യാൻ കഴിയും. ആ സാമ്പത്തിക വർഷത്തിൽ അക്കൗണ്ടുള്ള തുകയായിരിക്കും, അതിൻ്റെ 50% നമുക്ക് വിഡ്രാ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഈ തുക ലംസമായോ ഇൻസ്റ്റാൾമെൻ്റായോ നമുക്ക് വാങ്ങാനും കഴിയും. വർഷത്തിലൊരിക്കൽ ഒരുമിച്ചോ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ പരമാവധി 5 വർഷം വരെയോ നമുക്ക് അതനുസരിച്ച് വിഡ്രാവൽ നമുക്ക് നടത്താൻ കഴിയും. പാർഷ്യൽ വിഡ്രാവലിൻ്റെ കാര്യമാണ് പറയുന്നത്. കുട്ടിയുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നമുക്ക് പാർഷ്യൽ വിഡ്രാവൽ നടത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച പ്രൂഫ് കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇനി പ്രീമെച്യൂർ ക്ലോഷർ ഉണ്ട്. അതായത് കാലാവധി പൂർത്തിയാക്കും മുമ്പ് നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അത് സ്കീം പൂർത്തിയാക്കും മുമ്പ് കുട്ടി മരണപ്പെടുകയാണെങ്കിൽ, ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ മെച്യൂർ ക്ലോഷർ അനുവദിക്കപ്പെടും. പേരൻസിന് ആ സമയം വരെയുള്ള പലിശയും മുതലും
കൊടുക്കുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടി കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും രോഗം പേരൻസിന് ബാധിക്കുകയും തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ചെയ്താൽ ബന്ധപ്പെട്ട പ്രൂഫ്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയാൽ 5 വർഷത്തിന് ശേഷം പ്രീ മെച്യൂർ ക്ലോഷർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അനുവദിക്കും. മറ്റൊന്ന്, പേരൻസ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻസ് ഈ മെച്യൂറിന് മുമ്പ് അവർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇത് കൈകാര്യം ചെയ്യുന്ന പേരൻസിനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ ഈ മെച്യൂർസ് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയും, ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ കഴിയും. അവരുടെ മരണത്തെ തുടർന്നും ക്ലോസ് ചെയ്യാൻ കഴിയും. അടയ്ക്കുന്ന വ്യക്തി മരണപ്പെട്ടാലും നമുക്ക് ഈ പ്രീ മെച്യൂർ ക്ലോഷർ അനുവദിക്കും. ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അതും പ്രീ മെച്യൂർ ക്ലോഷർഷിപ്പിന് ഒരു കാരണമാണ്. അതാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യുന്നവർക്ക് മുഴുവൻ തുകയും ലഭിക്കുകയും ചെയ്യും. ഒരു രാജ്യത്ത് സെറ്റിൽ ചെയ്തു, പക്ഷേ നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മെച്യൂർ വരെ നമുക്ക് ഇത് തുടരേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട സുകന്യാ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട ചില പ്രധാന നിബന്ധനകൾ. അതായത് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പ്രീമെച്യൂർ എന്ന് പറയുന്ന കാര്യവും അതേപോലെ പ്രീ ക്ലോഷർ എന്ന് പറയുന്ന കാര്യവുമാണ് ആ പ്രധാനപ്പെട്ട നിബന്ധനകൾ. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ നിബന്ധനകൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ നിസ്സംശയം, ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് 10 വയസ്സിന് താഴെയുള്ള പെൺമക്കൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ചേരേണ്ട ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. നമ്മളൊക്കെ നിക്ഷേപം നടത്താൻ മടി കാട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ പൊന്നോമനകളായ പെൺമക്കൾക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കാൻ ഉറപ്പായും ഉതകുന്നതായ ഒരു സ്കീമായി സുകന്യ സമൃദ്ധി യോജനയെ കാണണം. മുമ്പ് ഈ ചാനലിലെ എപ്പിസോഡ് ശ്രദ്ധിച്ചതിന് ശേഷം പലരും ഈ പദ്ധതിയിൽ ചേരുകയും അവരെല്ലാം അതിൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതെല്ലാം കമൻറ്റ് ബോക്സിലുള്ളതാണ്. എന്തായാലും നിങ്ങൾ എത്ര പണമുള്ള ആളായാലും പണം ഇല്ലാത്ത ആളായാലും നിങ്ങൾക്ക് ഒരു ചെറിയ തുക കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ചേരാൻ കഴിയുന്ന ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി. അത് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ചേരാം, അതുപോലെ ബാങ്കുകളിലും ചേരാം. എന്നാൽ എല്ലാ ബാങ്കുകളിലും ഇത് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ നിങ്ങൾ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിനെ സമീപിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെല്ലാം ഉണ്ട്, ഉറപ്പാണ്. പോസ്റ്റ് ഓഫീസുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയുടെ ഫോം ലഭിക്കും. നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാം, ഓൺലൈനായി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. എന്തായാലും ഇത്തരം നല്ല പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.